റബ്ബർ മേഖലയുടെ സമഗ്ര വികസനത്തിനായി ഐസ്പീഡ് 1 പദ്ധതിയിലൂടെ കേരളത്തിൽ 100 കോടി രൂപ വിനിയോഗിക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇക്കാര്യം ഉറപ്പു നൽകിയെന്നും അദ്ദേഹം ഉടൻ കോട്ടയത്തെ റബ്ബർ ബോർഡ് ആസ്ഥാനം സന്ദർശിക്കുമെന്നും എൻ ഹരി വ്യക്തമാക്കി. ആഭ്യന്തര ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. യുവാക്കളെ കൂടുതലായി ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എൻ ഹരി ഡൽഹിയിൽ പറഞ്ഞു. നമുക്കറിയാം, റബ്ബർ മാനുഫാക്ചേഴ്സ് അവരുടെ ഒരു സൊസൈറ്റി ആത്മ, അവരുടെ ട്രേഡിംഗ് കമ്പനികളുടെ ഇതാണ് ആത്മ. അപ്പോൾ അവർ ഒരു ഇൻറോൾ പദ്ധതി 1200 കോടിയോളം രൂപ അവർ നമ്മൾ ഉൽപ്പാദന മേഖല വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇൻറോളിൽ നോർത്ത് ഈസ്റ്റിൽ അവർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പൈസയാണ് 100 കോടി രൂപ ഇപ്പം വന്നിട്ടുണ്ട്. അത് വന്നതാണ്. ഇപ്പോൾ അത് കേരളത്തിലേക്ക്, നമുക്കറിയാം ട്രഡീഷണൽ കേരളത്തിലേക്ക് ഇനി വരുന്ന നമ്മൾ അടുത്ത ഇൻറോൾ പദ്ധതിയോ ബാക്കി ഏത് പദ്ധതി വന്നാലും കേരളവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതി ആയിരിക്കും ഇനി വരാൻ പോകുന്നതെന്നും കൂടി അദ്ദേഹം ആ സമയത്ത് സൂചിപ്പിക്കുകയുണ്ടായി.